കോൺഗ്രസ് ദേശീയ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടും വഴങ്ങാതെ ഡോക്ടർ ശശി തരൂർ എം പി. വ്യക്തിപരമായ നിലപാടുകൾ തുടരുമെന്ന നിലപാടിൽ തന്നെയാണ് ശശി തരൂർ. ചർച്ചയ്ക്ക് പിന്നാലെ ഡിവൈഎഫ്ഐ പരിപാടിക്ക് ശശി തരൂർ ആശംസ അറിയിച്ചത് പുതിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുള്ള ലേഖനവും മോദി ട്രംപ് കൂടിക്കാഴ്ചയെ പ്രശംസിച്ച നിലപാടും വലിയ വിവാദത്തിനിടയാക്കിയ സാഹചര്യത്തിലാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം ഡോക്ടർ ശശി തരൂരിനെ വിളിച്ചു വരുത്തിയത്. AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും തരൂരിന്റെ നിലപാടുകളിൽ മാറ്റമില്ല. വ്യക്തിപരമായ നിലപാടുകൾ തുടർന്നും പറയുമെന്നാണ് ശശി തരൂരിന്റെ നിലപാട്. പാർട്ടിക്ക് വഴങ്ങി നിന്ന കാലത്തും കേരളത്തിലെ നേതൃത്വം തന്നെ പരിഗണിച്ചിട്ടില്ലെന്ന് തരൂർ നേതൃത്വത്തോട് വ്യക്തമാക്കി. ഇക്കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ ഉറപ്പ്. നേതൃത്വവുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷവും ഡിവൈഎഫ്ഐ പരിപാടിക്ക് ആശംസ അറിയിച്ച ശശി തരൂരിന്റെ നിലപാട് കോൺഗ്രസിനുള്ളിൽ പുതിയ ചർച്ചകൾക്കിടയാക്കി. ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിന് ക്ഷണിക്കാനെത്തിയ A. റഹീം ഉൾപ്പെടെയുള്ള നേതാക്കളോടാണ് തരൂർ അഭിനന്ദനം അറിയിച്ചത്. ഈ പരിപാടിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചു. അദ്ദേഹം വളരെ പോസിറ്റീവായി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. രണ്ടും വളരെ പ്രസക്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, എന്നെ ക്ഷണിക്കാൻ കാണിച്ച മനസ്സിന് നന്ദി രേഖപ്പെടുത്തുന്നു. രണ്ടാമതൊരു കാര്യം അദ്ദേഹം പറഞ്ഞത്, വികസനത്തിൻ്റെ കാര്യത്തിൽ ഞാൻ രാഷ്ട്രീയം നോക്കാറില്ല. എനിക്ക് അങ്ങനെ ഒരു നിലപാടാണുള്ളത്. അത് വളരെ പോസിറ്റീവായ നിലപാടല്ലേ? അതിനോട് അസഹിഷ്ണുത കാണിക്കുന്നവരുടെ മാനസികാരോഗ്യത്തെ അല്ലെങ്കിൽ മാനസിക നിലയല്ലേ നമ്മൾ പരിശോധിക്കേണ്ടേ? അതേസമയം ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അവസാനിച്ചെന്നാണ് നേതാക്കൾ പറയുന്നത്. കോൺഗ്രസിനകത്ത് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ആ കാര്യങ്ങളൊക്കെ ഇന്നലത്തെ സംസാരത്തോടുകൂടി തീർന്നുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആ ലേഖനം സംബന്ധിച്ച വിവാദങ്ങൾ ഒരു അടഞ്ഞ അധ്യായമായിട്ട് കണക്കാക്കും. ഇനി തുടർന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ചാപ്റ്റർ ഞങ്ങൾ ക്ലോസ് ചെയ്തായിട്ട് കണക്കാക്കും. മന്ത്രി P. രാജീവിനെ വിശ്വസിച്ചതാണ് ശശി തരൂരിന് പറ്റിയ തെറ്റെന്ന് മാത്യു കുഴൽനാടൻ MLA ആവർത്തിച്ചു. വിവാദങ്ങൾക്കിടെ ശശി തരൂർ ഇന്ന് കേരളത്തിലേക്ക് മടങ്ങും. 24 തിരുവനന്തപുരം.